ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രഭാത ദൈവത്തിന് സന്ദേശവുമായി നിങ്ങൾ പ്രിയപ്പെട്ടവരോട് അടുത്ത് കടന്നു വരുവാൻ സ്വർഗ്ഗമിടയാക്കിയ വൻകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ബൈബിളിലെ ചിലരുടെ തീരുമാനത്തെക്കുറിച്ച്. ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചതായ വിധങ്ങളെക്കുറിച്ചും കേൾക്കുവാനിടയായി. ഇന്നും അതിനാധാരമായിട്ടൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന നെഹമ്യാവിൻ്റെ പുസ്തകം ദൈവത്തിന് സ്തോത്രം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ കാണുന്നു. അതിനെ ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇവിടെ നെഹമ്യാവിൻ്റെ തീരുമാനമാണ്, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിന് സ്തോത്രം. അല്ലെ, പ്രതിസന്ധികളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് പണിയുവാൻ എത്ര പേര് തയ്യാറാകും? അവിടെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നാലിലിയ നമ്മളൊന്ന് എഴുന്നേറ്റ് പണിയുവാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. നമുക്കറിയാം ഈ പശ്ചാത്തലം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ദൈവത്തിന് സ്തോത്രം ഹനന്യാവ് യഹൂദയിൽ നിന്നും ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും ചോദിച്ചു. ഇവനെ നല്ല സുഖസൗകര്യമായിട്ട് നെഹമ്യാവ് ജീവിക്കുകയാണെങ്കിലും അവൻ്റെ ഉള്ളിൽ പോലെ ഒരു വിങ്ങലുണ്ട്. തൻ്റെ രാജ്യം, ദൈവത്തിന് സ്തോത്രം, തൻ്റെ യെരൂശലേമിനെക്കുറിച്ചും അവിടുത്തെ ദേശത്തെക്കുറിച്ചും പ്രവാസത്തിലായിരിക്കുന്ന യഹൂദ ജനത്തെക്കുറിച്ചും ദൈവത്തിന് സ്തോത്രം ഒരു നല്ല വിചാരമുള്ള ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു നെഹമ്യാവെന്ന് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ ചോദിച്ചപ്പോൾ അതിനെ അവർ എന്നോട് പ്രവാസനം തെറ്റിയൊഴിഞ്ഞ് ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകളെ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്നാൽ ദൈവത്തിന് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച വാക്യം ഇത് കേട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം വലിയ ആ രാജ്യത്തെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും യഹൂദ ജനത്തെക്കുറിച്ചും വളരെ ഹല്ലേലൂയ, ആ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വളരെ ഹല്ലേലൂയ, നല്ലൊരു ദൈവത്തിന് സ്തോത്രം ഭക്തനായി അവൻ വളരെ ദൈവത്തിന് ആ യെരൂശലേം ദേശത്തെക്കുറിച്ചും ആ യഹൂദന്മാരെക്കുറിച്ചും നല്ല ചിന്തയുള്ള ഒരു നെഹമ്യാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവനൊക്കെ അത് കേട്ടപ്പോൾ അവൻ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രവാസനത്തിൽ തെറ്റി എഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സ്ഥലത്ത് മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വന്ന് പറഞ്ഞ ആള് ദൈവത്തിന് സ്തോത്രം പറയുക അവിടെ അവർ വളരെ കഷ്ടത്തിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഹല്ലേലൂയ, എന്നിട്ടും എന്താ പറയുക, യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. വല്ലാത്ത അവസ്ഥയിൽ അവിടെ ആയിരിക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞെന്ന എത്ര പേർക്ക് കരയാൻ കഴിയും? പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മുടെ ഹല്ലേലൂയ ഇന്നത്തെ അവസ്ഥ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഇന്നത്തെ ചർച്ചുകളുടെ അവസ്ഥ, ഇന്നത്തെ ജനത്തിൻ്റെ അവസ്ഥ ദൈവം നമ്മൾ നോക്കുമ്പോൾ വല്ലാത്ത പ്രയാസത്തിൽ കൂടി കടന്നു പോകുക. നമുക്കറിയാം പലയിടങ്ങളിലും വലിയ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുക. നമ്മൾ ദേശത്തെ ഓർത്ത് എത്ര പേർക്ക് രാവിലെ ഇന്നും പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കരയുവാൻ കഴിയും, പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദേശത്തെ ഓർത്ത് കരയുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഒരിക്കലും നമ്മളത് ചെയ്യാതിരിക്കരുത്. പ്രിയമുള്ളവരെ, ഇവിടെ നെഹമ്യാവ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ച് ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്നാലും അവൻ വളരെ കരഞ്ഞു, പ്രാർത്ഥിച്ചു. എത്ര നാൾ അങ്ങനെ ഇരുന്നെന്ന് ഇവിടെ പറയുന്നില്ല. കുറേ നാൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തോട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവൻ ഒരുപാട് നാൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഈ വിഷയത്തിന് വേണ്ടി. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിച്ചിരിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ് നാം കാണുന്നത്. നമുക്ക് എത്ര പേർക്ക് ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, പാപത്തെ ഏറ്റുപറഞ്ഞു ദൈവസ്ഥലിൽ കരയുവാൻ, കണ്ണുനീരൊഴുക്കി
ഒഴുക്കുവാൻ എത്ര പേർക്ക് കഴിയും പ്രിയമുള്ളവരെ? അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനായിട്ട് നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താട്ട് അനേകർ കഷ്ടത്തിലും അല്ല വളരെ ബുദ്ധിമുട്ടിലുമായിരിക്കുന്ന അനേക ജനങ്ങളുണ്ടോ, അനേക ദൈവദാസന്മാരുണ്ടോ? അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, അവരെ ഓർത്ത് കരയുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുമോ? ദൈവം അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹനായിരുന്നു ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവന് രാജാവിൻ്റെ പാനപാത്രം ഇവൻ കഴിച്ചിട്ടാണ് രാജാവ് കഴിക്കുന്നത്. അത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുന്നവനായി നെഹമ്യാവ്. എന്നിട്ട് ആ നെഹമ്യാവിന് ദൈവത്തിന് കരയേണ്ടിയ കാര്യമില്ല, വലിയ പൊസിഷനിൽ പോസ്റ്റിൽ ഇരിക്കുന്നവനാ. എന്നാലും തൻ്റെ ജനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ, തൻ്റെ യെരൂശലേം ദേശത്തെക്കുറിച്ച് ഓർത്തപ്പോൾ, അവിടുത്തെ യഹൂദന്മാരെക്കുറിച്ച് ഓർത്തപ്പോൾ താൻ കരഞ്ഞുവെന്നാണ് നമ്മളിവിടെ കാണുന്നത്. കരഞ്ഞ് തന്നിൽ അവന് ഉപവസിച്ചു. അവൻ എന്നിട്ട് രാജാവിൻ്റെ അടുക്കൽ അവൻ കടന്നു ചെന്നപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം വാടിയിരിക്കും. ഇന്നുവരെ അവൻ്റെ മുഖം വാടി രാജാവ് കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നും ഞാൻ മനോ ദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് രാജാവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവൻ രാജാവിനോട് അവൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിച്ചിട്ട് അവൻ കാര്യം ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് രാജാവ് നിനക്ക് എത്ര ദിവസം വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അവന് വേണ്ടതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തതായിട്ട് നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിപ്പിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തിയെന്ന് ഒന്നിച്ച് ഹല്ലേലൂയ എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞ് ഒന്നിച്ച് അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി കടന്നു പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാലും ഹല്ലേലൂയ സർബല്ലത്തും അമീനായ ദാസൻ തോബിയാവും അരബ്യനായ ഗോസേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചെന്നാ. ദൈവം അവിടെയും ഉണ്ട് പ്രിയമുള്ളവരെ പരിഹസിക്കുന്നവരെ. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്നവരുണ്ട്, നമുക്കെതിരെ പരിഹസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരുടെ അതൊന്നും നമ്മൾ കണക്കാക്കാതെ അതിനുശേഷം അതുകൊണ്ട് അവൻ പറഞ്ഞത്, അതിന് ഞാൻ അവരോട് ആരോടാ പറഞ്ഞത്? പരിഹസിച്ചവരോടാ അവൻ ഈ ഹല്ലേലൂയ പറഞ്ഞത്. ദൈവത്തെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. എത്ര പേർക്ക് പറയുവാൻ കഴിയും? നമ്മളെ പരിഹസിക്കുന്നവരുടെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോട് നമുക്ക് പറയുവാൻ കഴിയട്ടെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. നമ്മളെയും പരിഹസിക്കുന്നവരില്ലയോ പ്രിയമുള്ളവരെ? നമ്മെ നോക്കി പരിഹസിക്കുന്നവരില്ലയോ? അവരുടെ മുഖത്ത് നോക്കി നമുക്കിന്ന് ഹല്ലേലൂയ രാവിലെ സമയം പറയുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അവൻ്റെ തീരുമാനമാണ് ഞങ്ങൾ പണിയും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു. അവന് നമ്മൾ മുന്നോട്ടുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ അവിടെ പ്രതികൂലങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി. എന്നാലും ദൈവത്തിന് സ്തോത്രം, അവനെ ഈ തീരുമാനത്തിന് മുമ്പിൽ ദൈവം അവനെ മാനിച്ചു, ദൈവം അവനെ ഉയർത്തി, അവനെ അത് പണിയത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഇരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഓഹരിയും ഒരു അവകാശവുമില്ല. ഇവരോട് പറയുക, പരിഹസിച്ചവരോട് പറയുക, നിങ്ങൾക്കൊരു ഓഹരി അവകാശവുമില്ല, ഞങ്ങൾ പണിഞ്ഞോളാം. പിന്നെ ഇതിൻ്റെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ വന്നേക്കരുത്. ഇന്ന് പലരും അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അറ്റം പിടിക്കാൻ പലരും പേരും പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ കാലിവനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോളം എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ തീരുമാനം ഉറച്ചതായി ഞങ്ങൾ പണിയും. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങൾ എന്തു വന്നാലും പ്രതികൂലങ്ങൾ എന്തു വന്നാലും ഞങ്ങൾ പണിയും. അതിനു മുമ്പേ നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യും. ഇവിടെ നെഹമ്യാവ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞപ്പോൾ അവൻ രാജാവിൻ്റെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ രാജാവിന് പോലും മനസ്സിലായെന്നുള്ളതാണ് നിൻ്റെ മനോദുഃഖം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മനോദുഃഖം രാജാവിന് മനസ്സിലായിട്ട് അവനോട് ചോദിക്കുന്നു. അതിലേക്കൊന്നും ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഉടനെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് രാജാവിനോട് തിരുവുള്ളമുണ്ടായി, അടിയന് തിരുവുള്ള
മുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിലെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതെന്ന് അയക്കണമേ എന്ന് ആവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയുക, അവിടേക്ക് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളൊക്കെ ഇടിഞ്ഞു കിടക്കുക, പൊളിഞ്ഞു കിടക്കുക, അതൊന്ന് പണിയേണ്ടതിന് എന്നെ അവിടേക്ക് അയക്കണമേ എന്ന് അപേക്ഷിച്ചു. രാജാവ് അവനത് ചെയ്തു കൊടുത്തു എന്ന് ദൈവജനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഇവിടെ ചിലർ പരിഹസിച്ചു. അന്നേരം ആ പരിഹസിച്ചവരോട് ഹല്ലേലൂയ അവൻ പറഞ്ഞ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ഞങ്ങൾ ദൈവം ഹല്ലേലൂയ ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അവൻ്റെ തീരുമാനമാണ് ഉറച്ചതായിരുന്നു, ഞങ്ങൾ പണിയും. ദൈവത്തിന് സ്തോത്രം. ഇന്നിപ്പോൾ രാവിലെ സമയം എന്നോട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ഞങ്ങൾ പണിയും. ദൈവത്തിന് സ്തോത്രം. അത് എത്ര പേർക്ക് തൻ്റെ ഇടത്തോട് ഇന്ന് പകൽക്കാലം രാവിലെ സമയം പറയുവാൻ കഴിയും. ദൈവം നമുക്ക് കാര്യം സാധിക്കും. തീർച്ചയായും പ്രിയമുള്ളവരെ, പണിയുവാൻ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളെ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. രാവിലെ സമയം അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജുമായി പ്രിയപ്പെട്ടവരടിക്ക് കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കിയല്ലോ. കേട്ട എല്ലാ ദൈവങ്ങളെ അനുഗ്രഹിക്കണം, ധാരാളമായി മാനിക്കണം കർത്താവേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങൾ പണി ഒരു തീരുമാനമെടുത്ത് ഇന്ന് രാവിലെ സമയം എല്ലാവരും ദൈവസന്നിധി ഉറയ്ക്കുവാൻ സ്വർഗം ഇടയാക്കണം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന ഇടിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.